ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിൽ മിസ് ആണ്. അപ്പോൾ നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ ഇങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് നമ്മുടെ എക്കണോമിക്സ് എക്സാം മാത്രമാണ്. അപ്പോൾ എക്കണോമിക്സ് എക്സാമിന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടും വരാൻ പോകുന്ന ഒരു ചോദ്യം ഏതാണെന്ന് നമുക്ക് കണ്ടാലോ? അത് മറ്റൊന്നുമല്ല, നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ആണ്. ബഡ്ജറ്റ് ലൈൻ റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം 8 മാർക്കിന് നിർബന്ധമായിട്ടുണ്ടായിരിക്കും. 8 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്ക് 4 മാർക്ക് ഒരു ക്വസ്റ്റ്യൻ ബഡ്ജറ്റ് ലൈൻ റിലേറ്റഡ് ആയിട്ട് നിർബന്ധമായും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ കണ്ടു കഴിയുന്നതോടുകൂടി ബഡ്ജറ്റ് ലൈൻ റിലേറ്റഡ് ആയിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്ക് നോക്കാം. ബഡ്ജറ്റ് ലൈൻ എന്ന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആദ്യം ക്വസ്റ്റ്യനകത്ത് ഇൻകം ഓഫ് ദി കൺസ്യൂമർ എന്തായാലും ഉണ്ടായിരിക്കും. പ്രൈസ് ഓഫ് ഗുഡ് 1 അതായത് P1 ഉണ്ടായിരിക്കും. പ്രൈസ് ഓഫ് ഗുഡ് 2 അതായത് P2 ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങൾ മാത്രം മതി നമുക്ക് ബഡ്ജറ്റ് ലൈനിൽ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനാണ് ചോദിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് നമുക്കറിയാം M/P1 ആണ്. ഇവിടെ M തന്നിട്ടുണ്ട് 120 ആണ് എന്നുള്ളത് നമുക്കറിയാം. ഇൻകം ആണ് M, P1 പ്രൈസ് ഓഫ് ഗുഡ് 1 ആണ്, P2 പ്രൈസ് ഓഫ് ഗുഡ് 2 ആണ്. ഇവിടെ ഇൻകം 120 ആണെന്ന് തന്നിട്ടുണ്ട്, പ്രൈസ് ഓഫ് ഗുഡ് 1 15 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇത് സോൾവ് ചെയ്യുമ്പം 8 ആണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് നമുക്ക് കിട്ടും. ദെൻ അടുത്തത് നമ്മൾ VI അല്ലെങ്കിൽ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് M/P2 ആണ്. ഇവിടെ M 120 ആണ്, P2 20 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് 6 ആണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് നമുക്ക് കിട്ടും. ഇനി ഇത് കൂടാതെ സ്ലോപ്പും കൂടിയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ചെരിവ്, ബഡ്ജറ്റ് ലൈനിന്റെ ചെരിവ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ -P1/P2 ആണ് അതിന്റെ ഇക്വേഷൻ. P1 ഉം P2 ഒക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഉണ്ട്. P1 15 ആണ്, P2 20 ആണ്. മൈനസ് നിർബന്ധമായും അതിന്റെ കൂടെ ചേർക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ മൈനസ് ഇട്ട് കൊടുക്കുക. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.75 കിട്ടും, -0.75. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനായിട്ട് പറയുന്ന സമയത്ത് HIയും VIയും ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് X ആക്സിസിലും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് Y ആക്സിസിലും കൊടുത്ത ശേഷം അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ആയി. സോ നമുക്ക് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാം. ഈ ബഡ്ജറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ അതിൻ്റെ മുകളിൽ എഴുതാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. 15x1 + 20x2 = 120. നമുക്കറിയാം P1x1 + P2x2 = M എന്നുള്ളതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. P1 ഉം P2 ഉം M ഉം എന്താണെന്ന് നമുക്കറിയാം. സോ അത് ആ സ്ഥാനത്ത് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അതാണ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ളതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നെ ബഡ്ജറ്റ് ലൈനിൽ തന്നെ ബഡ്ജറ്റ് ലൈൻ എപ്പോഴൊക്കെയാണ് ചേഞ്ചസ് വരുന്നത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇതിൻ്റെ സബ്ബായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്നുകിൽ ഇൻകം കൂടാം അല്ലെങ്കിൽ ഇൻകം കുറയാം. അപ്പോൾ ഇൻകം കൂടുകയോ കുറയുകയോ ചെയ്യുന്ന കേസിലും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും മാറും. അപ്പോൾ അത് മാറിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ ഇൻകം 150 ആയിട്ട് കൂടിയിട്ടുണ്ട്. സോ മാറിയിട്ടുള്ള HI നമ്മൾ കണ്ടുപിടിക്കണം. 150 / 15, അതായത് P1 ഉം P2 ഉം മാറുന്നില്ല. 150 / 15 ചെയ്യുമ്പോൾ നമുക്ക് 10 ആണ് പുതിയ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. ഇനി P2 കാണുന്ന സമയത്ത്, അതായത് VI കാണുന്ന സമയത്ത് 150 / 20, അതായത് മാറിയ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കണം. നമുക്ക് 7.5 ആണെന്ന് കിട്ടും. ഇപ്പോൾ ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ മാറാൻ സാധ്യതയുണ്ട്. അപ്പം മാറ്റം വരുന്ന ബഡ്ജറ്റ് ലൈൻ നമുക്കൊന്ന് വരച്ച് നോക്കണം. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 10 ആണ്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് 7.5 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ആവും നമുക്കറിയാം. സോ ഇങ്ങനെയാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ മാറുന്നത്. നമുക്കറിയാം ഇവിടെ ഇൻകം കൂടിയ കേസിൽ ഇങ്ങനെയാണ് ബഡ്ജറ്റ് ലൈൻ മാറുന്നത്. ഇങ്ങോട്ടേക്ക് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണ്. അപ്പം ഇത് മാറ്റം വരച്ചാൽ മാത്രം പോരെ, ഇതിൻ്റെ മേലെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എഴുതണം. 15x1 + 20x2 = 150 എന്നുള്ളതായിരിക്കും നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. ഇനി ഒരു കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാമത്തെ പ്രോഡക്റ്റിന്റെ പ്രൈസ് കൂടാനും കുറയാനും സാധ്യതയുണ്ട്. അതിന് മുൻപേ ആയിട്ട് ഇനി ഇൻകം കുറയുകയാണ് എന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ലൈൻ ഇങ്ങനെയായിരിക്കും വരിക. ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് സാധ്യതയുള്ളത്. ഓക്കെ, ഇനി ഒന്നാമത്തെ പ്രോഡക്റ്റിന്റെ പ്രൈസ് കൂടാനും അതുപോലെ തന്നെ കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ രണ്ട് കേസിലും എങ്ങനെയാണ് ബഡ്ജറ്റ് ലൈൻ മാറുക എന്നുള്ളത് നമ്മൾ നോക്കണം. ഇവിടെ പ്രൈസ് ഓഫ് ഗുഡ് 1 12 കുറഞ്ഞിട്ടുണ്ട്, 15 ഉള്ളത് 12 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് മാത്രമേ മാറുള്ളൂ, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് മാറില്ല. കാരണം P2 മാറ്റമില്ല, P1 മാത്രമേ മാറ്റുള്ളൂ. അപ്പം മാറിയ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കണം. 120 ഇൻകത്തിൽ മാറ്റമില്ല, 120. P1 ആണ് 12 ആയത്. സോ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 10 ആണെന്ന് കിട്ടും. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് 6 ആയിട്ട് തന്നെ തുടരും. അപ്പോൾ നമുക്ക് മാറിയ ബഡ്ജറ്റ് ലൈൻ വരച്ച് നോക്കണം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 10 ആവും, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് 6 ആയിട്ട് തന്നെ തുടരും. അപ്പോൾ നമുക്കത് വരച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ ബഡ്ജറ്റ് ലൈൻ മാറുക. ഇനി ഇൻകം കുറയുക അല്ലെങ്കിൽ പ്രൈസ് ഓഫ് ഗുഡ് 1 കൂടുകയാണ് അല്ലെങ്കിൽ കുറയുകയാണെന്നുണ്ട്, കൂടുന്ന കേസാണ് ഇപ്പോൾ നമ്മൾ വരച്ചത്. ഇനി പ്രൈസ് ഓഫ് ഗുഡ് 1 കൂടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിത് വാങ്ങിക്കുന്ന അളവ് കുറയും. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ ലെഫ്റ്റിലേക്ക് ഈ രീതിയിലായിരിക്കും ഷിഫ്റ്റ് ആവുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ള ബഡ്ജറ്റ് ലൈനിൻ്റെ മുകളിലായിട്ട് ഉറപ്പായിട്ടും ആ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ നമ്മൾ എഴുതി വെക്കേണ്ടതായിട്ടുണ്ട്. 12x1 പ്ലസ് 20x2 ഈക്വൽ ടു 120. അവിടെ P1 മാത്രമാണ് മാറുന്നത്. ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റും ഇതുപോലെ അതിൻ്റെ പ്രൈസും കുറയാനും കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടിയിട്ടുണ്ട്, 24 ആയിട്ടുണ്ട്. 21 കൂടിയിട്ട് 24 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് മാറില്ല, കാരണം P1 മാറ്റമില്ല, അതുപോലെ തന്നെ എമ്മിലും മാറ്റമില്ല. ഇനി P2ലാണ് മാറ്റമുള്ളത്, അതുകൊണ്ട് വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഉറപ്പായിട്ടും മാറും. എം ഇവിടെ 120 ആണ്, P2 24 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ 5 ആണ് വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കിട്ടുന്നത്. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 8 ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമുക്ക് മാറിയ ആ ബഡ്ജറ്റ് ലൈൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് വരച്ച് നോക്കണം. സോ ഇവിടെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിന് മാറ്റമില്ല, വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് മാത്രമാണ് മാറുന്നത്. അപ്പോൾ ഇതിങ്ങനെ 5 ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഈ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി വെക്കണം. 15x1 പ്ലസ് 24x2 ഈക്വൽ ടു 120. ഇതായിരിക്കും ആ ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ. ഉറപ്പായിട്ടും ബഡ്ജറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ മക്കളെ അതിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ ഇക്വേഷൻ നിർബന്ധമായിട്ടും നിങ്ങൾ എഴുതി വെക്കണം. അപ്പോഴാണ് നമുക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റുക. ഇനി രണ്ടാമത്തെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറയുകയാണ് എന്നുണ്ടെങ്കിൽ അതിലെങ്ങനെയാണ് ബഡ്ജറ്റ് ലൈനിൽ മാറ്റം വരിക എന്നുള്ളത് നമ്മൾ നോക്കണം. ബഡ്ജറ്റ് ലൈൻ ഈ രീതിയിൽ ഇങ്ങനെ ആയിരിക്കും ഷിഫ്റ്റ് ആവുന്നുണ്ടാവുക. അപ്പം ഇത്രയും ചേഞ്ചസ് ആണ് ബഡ്ജറ്റ് ലൈനിൽ വരാൻ സാധ്യതയുള്ളത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് 8 മാർക്കിനാണെങ്കിൽ പോലും വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പം ഇതോടുകൂടി ബഡ്ജറ്റ് ലൈനിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ അതൊന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൂ, അതേ വരാറുള്ളൂ. അപ്പോൾ ബഡ്ജറ്റ് ലൈനിൽ നിന്ന് 8 മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലെയും അതുപോലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സിലെയും എല്ലാ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ഇതിന് കൂടുതൽ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ട് മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് ഇന്ന് വൈകുന്നേരമുള്ള ലൈവിൽ എല്ലാ മക്കളും കൃത്യസമയത്ത് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.